ഹലോ, ഗുഡ് ഈവനിങ്. നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷൻ ആണ്. അപ്പം എക്സാം ഏറ്റവും അടുത്തെത്തിയെന്നുള്ള നിലക്ക് ഒരു എക്സ്പ്ലനേഷനും നമ്മൾ നൽകണില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു റിപ്പീറ്റ് ചെയ്ത ഭാഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാണ്. ഒന്ന്, സമയം ഇത്രയും ലേറ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ എക്സാം ഏറ്റവും അടുത്തും ആയി എന്നുള്ളതുകൊണ്ടുമാണ്. അപ്പൊ ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്, അതൊന്ന് കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാണുന്നില്ലേ? ഓക്കെ സർ, കാണുന്നു. ഓക്കെ, ആക്ച്വലി ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി പ്ലാൻ ചെയ്തത്. ഒന്ന്, ഈ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. രണ്ട്, നമ്മുടെ 5 യൂണിറ്റുകളും ഒന്ന് ഫാസ്റ്റായി പറഞ്ഞു പോകണം. ഈ രണ്ട് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തേ. പക്ഷെ നമ്മൾ കരുതിയ സമയത്ത് തുടങ്ങാൻ പറ്റിയിട്ടില്ല എന്നതുകൊണ്ട് അതിനെ തന്നെ ഒന്നുകൂടി ഷോർട്ട് ആക്കാണ്. അപ്പൊ ഇതില് ഈ ഫയലിംഗ് കിട്ടിയിട്ടുണ്ടോ? ഈ ഒരു നിങ്ങൾ മുന്നിൽ കാണുന്ന ഈ ഒരു ഫയൽ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഇതില് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇങ്ങോട്ടേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ തുടക്കത്തില് പിന്നെ അറിയാലോ, അതിന്റെ MCQ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഉള്ളത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഭാഗം കാണാം, മോസ്റ്റ് എക്സ്പെക്ടഡ് എസ്സേ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. ഇതിലുള്ള സംഭവങ്ങളെ ഞാൻ തിയറി ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ഓപ്പറന്റ് കണ്ടീഷനിങ് ഉണ്ട്, ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഉണ്ട്. അതുപോലെ തന്നെ ഫേസസ് ഓഫ് ഡെവലപ്മെന്റിന്റെ ഏത് സ്റ്റേജ് ചോദിക്കാം. അതുപോലെ തന്നെ അതിന്റെ മെമ്മറി എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ സ്ട്രാറ്റജീസ്, പിന്നെ ട്രേറ്റ് തിയറികൾ അല്ലെങ്കിൽ ഫ്രോയിഡിന്റെ തിയറി അഥവാ ട്രേറ്റ് തിയറി. ഇത്ര ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ തിയറികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണ്ടേ എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതിന്റെ ബാക്കിലായിട്ട് നമുക്ക് ഓരോ യൂണിറ്റിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ സംഭവങ്ങള് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കട്ടോ. അഥവാ പാവ്ലോവിന്റെ തിയറി, സ്കിന്നറുടെ തിയറി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? എന്താ അവസ്ഥ? ലാസ്റ്റത്തെ ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റിയിൽ അവിടെ ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്, അതിവിടെ നോക്കണം. ഓക്കെ. അതിലല്ലേ തിയറി പഠിക്കുമ്പോ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഈ എല്ലാ തിയറികളും അതിൽ ആ സൈക്കോളജിസ്റ്റിന് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. ഇപ്പോ പാവ്ലോവിന്റെ ക്ലാസ്സിൽ തിയറി പറയാട്ടോ, ഞാൻ ഇൻട്രോകൾക്ക് പറയുന്നതാണ്. ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. അത് ബേസിക് ആയിട്ട് അവർ എന്ത് പറഞ്ഞു വെച്ചു. ഓക്കെ. അഥവാ കണ്ടീഷനിങ്ങിലൂടെ ഒരാളുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാം എന്ന് പാവ്ലോവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടീഷനിങ്ങും പാവ്ലോവിനെയും കുറെ എക്സാമ്പിൾസ് നമുക്കറിയണം. അഥവാ നമ്മുടെ ലൈഫിൽ എവിടൊക്കെയാണ് കണ്ടീഷൻ ചെയ്യുന്നത്, അതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് വേണം ആക്ച്വലി ഈ തിയറി എഴുതാൻ. അതേപോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിൽ സ്കിന്നർ പറഞ്ഞതും നമ്മൾ കണ്ടീഷൻ ചെയ്താലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു സ്കിന്നർ ബോക്സും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ അതില് തിയറി പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ മേജർ കോൺസെപ്റ്റ് എന്താ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയോ അത് ഇൻട്രോയില് എഴുതുക. അത് ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിലൊക്കെ ചില ടേംസ് ഉണ്ടാകും. ഇപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇതിലൊക്കെ ആണെങ്കിൽ കണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നുള്ള ആ ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, ഇങ്ങനെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാത്രം ഫോക്കസ് ചെയ്യുക. അതിനെ കുറിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ആ ഒരു തിയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എഴുതണം. അതിലുള്ള ടേംസ്. ഇങ്ങനെയാണ് തിയറി നമ്മൾ പേപ്പറിൽ എഴുതുക. ഓക്കെ. നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും,
അപ്പം അറിയുന്നതിന് എങ്ങനെ എഴുതണം എന്ന് അറിയണ്ടാവില്ല. അപ്പൊ അതിന് ഓരോ ടേംസും വിത്ത് എക്സാമ്പിൾ ഇങ്ങനെ എഴുതി വരുമ്പോഴാണ് ആ ഒരു തിയറിക്ക് ലെങ്ത് കിട്ടുക. ഓക്കെ, അതേപോലെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആണെങ്കിൽ അതിലെ ആ ഒരു 8 ഇന്റലിജൻസുകളെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 8 ഇന്റലിജൻസിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഇന്റലിജൻസ് നമ്മളിതൊന്ന് ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ, എങ്കിലും ഞാനത് ഇൻട്രോകൾക്ക് പറയാണ്. ആ ഇന്റലിജൻസിൽ നമുക്ക് പേര് കേട്ടാൽ മനസ്സിലാവുന്നതുണ്ട്, അതിനെ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അത് നമുക്ക് നമ്മുടേതായ ഒരു ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലാകാത്തുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഫോക്കസ് ചെയ്യുക, അത് മുന്നോട്ട് പോവാം. ഇതൊന്നും ഇനി പുതിയത് പഠിക്കാൻ നേരമില്ല, എങ്കിലും ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു തിയറികളിലൂടെ ആദ്യം ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്. പിന്നെ മുന്നോട്ട് വരുമ്പോഴൊക്കെ തന്നെയാണ് എന്താണ് മെമ്മറി, എന്താണ് പെർസെപ്ഷൻ, ഇങ്ങനെയുള്ള അതിന്റെ ഒരു ടൈപ്സ്, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി തിയറി, അതിന്റെ ട്രേറ്റ് അപ്രോച്ച് തിയറിയിൽ പറയുന്നുണ്ട്. പിന്നെ അസസ്മെന്റ് ടെക്നിക്സ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്റലിജൻസ് ആണെങ്കിൽ ഗാർഡനറുടെ തിയറി, ഗുൾഫോർഡിന്റെ 3 ഡയമെൻഷൻ, അതിന് കുറച്ച് ടഫാണ്. അപ്പൊ ഗാർഡനറുടെ തിയറിയിൽ കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലേണിംഗിലാണെങ്കിൽ പാവ്ലോവ്, സ്കിന്നർ, തൊണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ ആണ്. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാണില്ലെങ്കിലും അത് സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ ഈ മെറ്റീരിയൽസ് നിങ്ങൾ കണ്ടതാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു സ്ലൈഡിലേക്ക് പോവാണ്. സ്ലൈഡിൽ പറഞ്ഞല്ലോ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് മാത്രം, ഈ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം വരുമ്പോൾ അതൊന്ന് പറയാൻ മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പൊ അത് എന്താ വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഒരു സെക്കൻഡ് കേട്ടോ, ഞങ്ങൾ നിൽക്കട്ടെ. ഓക്കെ, അപ്പല്ലേ ഇവിടെ ഈ സ്ലൈഡ് കാണുന്നില്ലേ? സ്ലൈഡ് കാണുന്നുണ്ടോ? ഓക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജിയിലേ പിന്നെ സൈക്കോളജി എന്താണ് എന്നതിന്റെ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കുക. ഈ ബാക്കിയുള്ള ഈ സൈക്കോ ലോഗോസ് ഇതൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും എന്താണ് സൈക്കോളജി? സൈക്കോളജി എന്ന് പറയുന്നത് ഇത് സ്റ്റഡി, സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈക്ക് പ്രവർത്തിക്കില്ല, സൗണ്ട് കേൾക്കണില്ലേ? പിന്നെന്താ ആതിര പറയണേ? അപ്പം സൈക്കോളജിന്റെ ഒരു ഡെഫിനിഷൻ പഠിക്കുക. ഓക്കെ, സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സോള് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സൈക്കോളജിന്റെ എവിടെ ഇൻട്രോ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു ഡെഫിനിഷൻ അവിടെ എഴുതാൻ പറ്റും. പിന്നെ ഇതില് ഹിസ്റ്റോറിക്കൽ ഡയമെൻഷനിൽ ഇതൊന്നും വേണ്ട, ഈ 3 ഡൊമൈൻസ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, കൊണേറ്റീവ് എന്ന് പറയണേ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണമെന്നില്ല, എങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇത് കാണാനുണ്ട് 3 ഡൊമൈൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒന്നുമല്ല, പിന്നെ JB വാട്സൺ, അത് ബിഹേവിയറിസത്തിന്റെ വക്താവാണ്. JB വാട്സൺ. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരാളുടെ ബിഹേവിയർ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണ് ഫോം ചെയ്യണത് എന്ന് പറയുന്ന തിയറിയാണ് ബിഹേവിയറിസം എന്ന് പറയുന്നത്. ഒരാളുടെ ബിഹേവിയറിൽ നിന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ നമ്മൾ അനുകരിക്കുന്ന രൂപത്തിലാണ് മറ്റൊരാൾ ബിഹേവിയർ ഫോം ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ ഒരു ബേസിക്കല് പറയണത്. ഓക്കെ, ബിഹേവിയറിസത്തിന്റെ കോമൺ ആയ ഒരു കോൺസെപ്റ്റ് അതാണ്. ജസ്റ്റാൾട്ട് തിയറിയിൽ പറയണെന്ന് വെച്ചാല് നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഹോൾ ആയിട്ട് കാണുന്നതാണ്. ഈ ജസ്റ്റാൾട്ട് ഒന്നും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ലെങ്കിലും ജസ്റ്റ് എന്റെ ബേസിക് ഐഡിയ മാത്രം പറയാണ്. എല്ലാത്തിനെയും ആസ് എ ഹോൾ, നമ്മളിപ്പോ ഒരു ശരീരം എന്ന് പറഞ്ഞാല് നമ്മൾ തല മാത്രമല്ല കാണുക, മൊത്തത്തിലാണല്ലോ കാണുക. അപ്പൊ ആസ് എ ഹോൾ അഥവാ ടോട്ടാലിറ്റി അല്ലെങ്കിൽ ഹോൾ, ഈ ടേംസ് ആണ് ജസ്റ്റാലിറ്റി അവിടെ വന്നാൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ജസ്റ്റാൾട്ടിന്റെ പേര് കണ്ടാൽ നിങ്ങൾക്ക് ടോട്ടാലിറ്റി എന്ന് എഴുതുക. എല്ലാത്തിനെയും
ആസ് എ ഹോൾ എന്ന് കാണണം. നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട്, സ്റ്റാഫ് റൂം ഉണ്ട്, ക്ലാസ് റൂം ഉണ്ട്, കുട്ടികളുണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടോട്ടൽ പിക്ചറാണ് നമ്മുടെ മനസ്സിൽ വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ജസ്റ്റ് ആയിട്ട് പറഞ്ഞത്. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈ തിയറി വെരി ഇമ്പോർട്ടന്റ് ആണ്, പൊതുവെ എല്ലായിടത്തും ചോദിക്കാറുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കോൺഷ്യസ്, അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്, ആ ഒരു ഐസ്ബർഗിന്റെ പിക്ചർ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനൊന്നുമില്ല എങ്കിൽ അങ്ങനെയൊക്കെയാണ് മനസ്സിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ ഒരു 3 മേജർ സിസ്റ്റംസ് ഉണ്ടല്ലോ, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളതാണ്, പ്ലഷർ പ്രിൻസിപ്പിൾസ് ആണ്. എപ്പോഴും നമ്മുടെ സന്തോഷങ്ങളെ കൺട്രോൾ ചെയ്യുന്ന അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഒന്നാണ് ഇഡ് എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ ശരിയും തെറ്റും, മനസ്സിന്റെ പോലീസ് എന്നാണ് പറയാ. അഥവാ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ മൊറാലിറ്റിയെ അല്ലെങ്കിൽ ശരി തെറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാല് കോൺഷ്യസ് ലെവലിൽ തന്നെയുള്ള ഒന്നുകൂടി മൊറാലിറ്റിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ ദൈവിക വിശ്വാസങ്ങളൊക്കെ സൂപ്പർ ഈഗോ സംബന്ധമായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഇഡ് എന്ന് പറഞ്ഞാൽ ഫുൾ സന്തോഷങ്ങള്, ഈഗോ എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാല് ധാർമ്മികത, ഓക്കെ, ദൈവികത, അതിനെ കണക്ട് ചെയ്യുന്നതാണ് ആ ഒരു 3 ടേംസ്. അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ ഫ്രോയിഡിന്റെ തിയറി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ സൈക്കോ അനാലിസിസ് എന്നുള്ള സംഭവം എഴുതണം. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് എന്താ, സബ് കോൺഷ്യസ് മൈൻഡ് എന്താ, അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്താ എന്നുള്ള സംഭവങ്ങൾ എഴുതണം. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നുള്ള ഈ ഒരു 3 ടേമിനെ എപ്പോഴും എഴുതണം. പിന്നെ ഫ്രോയിഡ് പറഞ്ഞതാണ് സെക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയണേ. അഥവാ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്സിന് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിലും വല്ലാത്തൊരു സ്ഥാനം ഉണ്ട് എന്നുള്ളതാണ്. ഓരോ സ്റ്റേജിലും സെക്ഷുവൽ ഇന്റൻഷൻ ആണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഓരോ സ്റ്റേജിന്റെയും ഒരു ഫീച്ചർ ആയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം കൂടി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ ഒന്നും വേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ജസ്റ്റ് സൂചിപ്പിച്ചു പോകാനേ ഉള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താന്ന് വെച്ചാല് ഇതുവരെ പഠിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലോ ജസ്റ്റ് നോക്കുന്നത് വെച്ചാല് ഒരു വിദ്യാർത്ഥിന്റെ എഡ്യൂക്കേഷൻ ഫീൽഡില് സൈക്കോളജിന്റെ റോളാണ്. എഡ്യൂക്കേഷൻ ഫീൽഡിൽ സൈക്കോളജിന്റെ റോളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതിന് നിങ്ങളുടേതായ ഡെഫിനിഷൻ ഉണ്ടാക്കാൻ നോക്കാം. അതേപോലെ തന്നെ അതിന്റെ ഒരു പിന്നെ ഇതിലുണ്ടല്ലോ നാച്ചുറൽ, സ്കോപ്പ്, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചർ, സിഗ്നിഫിക്കൻസ്, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, സൈക്കോളജി എന്തിനാണ് ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ ആവശ്യമുള്ളത്? ഓക്കെ, എന്തിനാ? കുട്ടികളുടെ ലേണിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ ബിഹേവിയർ ഫോം ചെയ്യണം, അവരുടെ ഇൻട്രസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കണം, അവരുടെ ലേണിംഗ് സ്ട്രാറ്റജീസ് പഠിക്കണം, അവരുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് അതുപോലെ ടീച്ചേഴ്സിന് സൈക്കോളജി അറിയണം, ടീച്ചേഴ്സിനെ അവരെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്, ടീച്ചേഴ്സിന് അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനുള്ളതാണ്, ടീച്ചേഴ്സിന് അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കണം, ടീച്ചേഴ്സിന് അവരുടെ ലിമിറ്റേഷൻ മനസ്സിലാക്കണം. ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടും അതിന്റെ ഫീച്ചർ ആയിട്ടും അതിന്റെ പിന്നെ സ്കോപ്പ് ആയിട്ടും ഒക്കെ എഴുതാം. സ്കോപ്പ് ആയിട്ട് ആകുമ്പോൾ എന്ത് ചെയ്യണം? ടീച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റുഡൻസ് ബിഹേവിയർ, അല്ലെങ്കിൽ ടീച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ആ രൂപത്തിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കുറച്ച് മേഖല പഠിച്ചാൽ എല്ലാത്തിലേക്കും അത് എഴുതാം. നാച്ചുറൽ എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ സൈക്കോളജി ഓഫ് ദ ലേണർ, ഇറ്റ് ഡീൽസ് വിത്ത് ദ സൈക്കോളജി ഓഫ് ദ ടീച്ചർ. ഇങ്ങനെ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ നീഡ് ആണെങ്കിലും സ്കോപ്പ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരേ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? എന്തിനാണ് സൈക്കോളജി ഈ കുട്ടികൾക്ക്, ടീച്ചേഴ്സിന്, സ്കൂൾ സിസ്റ്റത്തിന് എന്ന ഒരു 10 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കത് എഴുതാൻ പറ്റും. ഇതിലുണ്ടെങ്കിൽ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആര് പറഞ്ഞാലും ചൈൽഡ് ആൻഡ് ഹിസ് ഡെവലപ്മെന്റ്, ലേണിംഗ് സിസ്റ്റം, എഡ്യൂക്കേറ്റീവ് സിസ്റ്റം, ഇവാലുവേഷൻ, ഗൈഡിങ്, ഇങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു 10 മേഖലകളെ മാത്രം മാറ്റിച്ചാൽ മതി. ക്ലാസ് റൂം അറേഞ്ച്മെന്റ്സ്, സ്റ്റുഡന്റ് പേഴ്സണാലിറ്റി, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, ക്ലാസ് റൂം ഇവാലുവേഷൻ അഥവാ അസസ്മെന്റ്, അവരുടെ ഔട്ട്കം, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ മെമ്മറി, തോട്ട്സ്, ഇങ്ങനെ ഒരു 10 ടേംസ് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചാൽ അത് ഇംപ്രൂവ് ചെയ്യാനാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചാൽ ഇതൊക്കെ ഇംപ്രൂവ് ആകാണ് ചെയ്യുക എന്ന് എഴുതാൻ പറ്റും. വളരെ ജനറൽ ആയിട്ട് എഴുതാൻ പറ്റും. ഞാനിത് പറയുന്നത് വെച്ചാൽ ഇതുവരെ കൃത്യമായി പോയിന്റ്സ് പഠിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഈ പോയിന്റ്സ് പറയുന്നത്. പഠിച്ചവര് നിങ്ങൾ പഠിച്ച അതേ പോയിന്റ്സ് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോവാം. ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്താ
ഞാൻ ആ പറഞ്ഞ പോയിന്റ് തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവുക. ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ്. എന്താണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെന്റ് ഓഫ് ക്യാരക്ടേഴ്സ്, കുട്ടികളുടെ ക്യാരക്ടർ ഇംപ്രൂവ് ചെയ്യാൻ, ക്ലാസ് റൂമിന്റെ നാച്ചർ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ടീച്ചിങ് മെത്തേഡ്സ്, പ്രോബ്ലം കോസസ് ഓഫ് ദ ചിൽഡ്രൻസ് പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ദ ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞ ആ ഒരു 10 മേഖലകൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് മാത്രമാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്യും. അതാണ് നോളജ് ഓഫ് ദ മെന്റൽ ഹെൽത്ത്. അതുപോലെ മെന്റൽ ഹെൽത്ത്, കരിക്കുലം, മെഷർമെന്റ് അല്ലെങ്കിൽ അവരുടെ അസസ്മെന്റ്, ഗൈഡിങ്, അതുപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അപ്പൊ ഇങ്ങനല്ലേ 10 ടേംസ് പഠിച്ചു വെക്കുക. ഓക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജി ഇതിൽ 10 ടേംസ് പഠിച്ചു വെക്കുക. അതന്നെ എല്ലാത്തിനും മാറ്റി മാറ്റി എഴുതാൻ പറ്റും. ഇതിൽ വരുന്നതൊക്കെ ഇനി അങ്ങനെ തന്നെ ഉണ്ടാവുക. പിന്നെ നിങ്ങൾ പഠിക്കണ്ടേ പ്രധാനമായിട്ടില്ല ഈ ഗ്രോത്തും ഡെവലപ്മെന്റും. ഇതിന്റെ ഒരു ടേബിൾ ഉണ്ട്, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ. ഇതുണ്ടോ, ഈ ടേബിള് ഒന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. അഥവാ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിന്റെ വളർച്ചയാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയണം. അപ്പൊ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരാള് ശരീരം കൊണ്ട് വളരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാനസികമായ വളർച്ചയാണ്. അതിന്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ആ ഒരു ഡെവലപ്മെന്റിന്റെ അതേ പോയിന്റ്സ് ആണ് ഉണ്ടാവുക. റൈറ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ ഉണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT കിട്ടും. ഇതിനേക്കാൾ പോയിന്റ്സ് വേണമെങ്കിൽ കിട്ടും. ഇതേ പോയിന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. സോ ഇതിൽ ഡെവലപ്മെന്റ് കുറെ പോയിന്റ്സ് പറയുന്നത്, ഗ്രോത്തിന് കുറെ പറയുന്നത്. അങ്ങനെ ഒന്നും പഠിക്കാൻ പോകണ്ട. ജസ്റ്റ് ഗ്രോത്ത് ഒരു ഭാഗത്ത്, ഡെവലപ്മെന്റ് വേറൊരു ഭാഗത്ത്. പിന്നെ ഗ്രോത്ത് മാത്രം ചോദിച്ചാൽ ആ പോയിന്റ്സ് മാത്രം എടുത്ത് എഴുതുക. ഡെവലപ്മെന്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് മാത്രം എടുത്ത് എഴുതുക. മിക്കവാറും കമ്പയർ ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, കമ്പാരിസൺ. സോ ഗ്രോത്ത് ഡെവലപ്മെന്റും ടേബിൾ ആക്കിയിട്ട് എഴുതാം. ഇനി ഇത് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവായി ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യാറോ ആ ഒരു ടേബിൾ വരച്ചു കൊടുക്കുക. ടേബിൾ വരച്ചിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്തിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ എന്ത് എഴുതി എന്നുള്ളത് അവർ നോക്കാൻ തന്നെ സാധ്യതയില്ല. കാരണം ഈ കുട്ടിക്ക് അത് കൃത്യമായിട്ട് ആ ടേബിളിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അത് അറിയാം എന്ന് ആ ഒരു ഫാക്കൽറ്റിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഗ്രോത്ത് ഡെവലപ്മെന്റ് എങ്ങനെ പഠിക്കണ്ടേ? ടേബിൾ ആക്കി തന്നെ അത് നോക്കി വെക്കുക. അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷനിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്, അതേപോലെ ഇന്റലക്ച്വൽ, ഇമോഷണൽ, മോറൽ, ഈ ടേംസ് ഉണ്ടല്ലോ, ഈ ടേംസ് നോക്കിച്ചാല് ഇതിങ്ങനെ സബ്മിറ്റിംഗ് ആക്കി കൊടുത്താൽ മതി. അഥവാ ഒരാളുടെ ഫിസിക്കൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഇന്റലക്ച്വൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഇമോഷണൽ എന്തൊക്കെയാണ്, മോറൽ എന്താണ്, സോഷ്യൽ, ലാംഗ്വേജ്, ഇങ്ങനെ ഒരു 6 മേഖല അതിൽ പറയുന്നുണ്ട്. ആ 6 മേഖല മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളതായ രൂപത്തിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലും മാർക്ക് കിട്ടും. പക്ഷെ ആ ഒരു സബ്മിറ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യണം? ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, പിന്നെന്തൊക്കെ വന്നേ, ലാംഗ്വേജ്, ഇന്റലക്ച്വൽ, ഇമോഷണൽ, ഇത്തരത്തിൽ ഇതിന്റെ ഈ സബ്മിറ്റിംഗുകൾ ഉണ്ടല്ലോ അത് മാത്രം നോക്കി വെച്ചാലും ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഡയമെൻഷൻസ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതെന്തിനാ വെച്ചാല് നമുക്ക് ഉത്തരം അറിയാം എന്നുള്ളത് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ ഫേസസ് ഓഫ് ഡെവലപ്മെന്റ്, ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ വന്നൊരു ചോദ്യമാണ് ഫേസസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതില് ഈ പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് ഉണ്ടല്ലോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, പ്രീ അഡോളസൻ, അഡോളസൻ, അഡൾട്ട്ഹുഡ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്. ഇത് ഹെർലോക്കിന്റെ ആണ്. അപ്പോ ആർക്കാണ് തിയറി എന്നുള്ളത് നോക്കി കൃത്യമായി പഠിക്കണമെങ്കിൽ എങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ 2 ബർത്ത് ടു 2 ആണ്. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ 3 to 6 ആണ്. അതുപോലെ തന്നെ പിന്നെ 3 to 10 ആയി തന്നെ ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്. പിന്നെ പ്രീ അഡോളസൻസ് 11 to 13, അഡോളസൻ 14 to 17. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് അറിയോ, ഈ ഓരോ പ്രായത്തിലുള്ള ഒരു എക്സാമ്പിൾ നിങ്ങളെ ഫാമിലിയിൽ നിന്ന് ഓർത്താക്കാൻ പറ്റുമോ നോക്കുക. ഇപ്പൊ ഇൻഫാൻസി എന്ന് പറഞ്ഞാല് 2 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു അന്യ കുട്ടി 2 വയസ്സ് കഴിഞ്ഞ താഴത്തേക്കും ഇൻഫാൻസി ആണ്. പിന്നെ ചൈൽഡ്ഹുഡ്, ഓക്കെ, 3 മുതൽ 10 വരെ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ആയിട്ട് ഓർമ്മ വെക്കുക. അഥവാ ജനിച്ച് 2 വർഷം വരെ, അല്ലെങ്കിൽ പിന്നെ LKG to പിന്നെ 5ാം ക്ലാസ് വരെ, അങ്ങനെ ഒരു ക്ലാസ് ബേസിലൊക്കെ നോക്കി വെക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ കണക്ട് ചെയ്യാൻ പറ്റുക അതാണ് ഓർത്തു വെക്കാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഈ പ്രായത്തിന്റെ പ്രത്യേകതകൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആ പ്രായത്തിൽ ഒരു കുട്ടി എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് തോന്നുന്നത് അത് എഴുതുക. റൈറ്റ്, ഇപ്പൊ അഡോളസൻ പീരീഡിന്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടംപോലെ അറിയുന്നതാണ്. ഇതിൽ കുറെ അഡോളസൻസിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും വായിക്കാൻ നേരമില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേജസ് കൃത്യമായി പഠിച്ചു വെക്കുക. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സ്ലൈഡ് കൃത്യമായി പഠിച്ചു വെക്കുക. ഇത് അങ്ങോട്ട് തുടക്കത്തിൽ എഴുതി കൊടുക്കുക. ഇത് തുടക്കത്തിൽ എഴുതി കൊടുത്താൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് സ്റ്റേജസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. ഇനി അതിനുള്ളിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ് അറിയേണ്ടത് എന്നുള്ളതാണ്. ഇതുണ്ടല്ലോ, ഇനി ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബയോളജിക്കൽ ചേഞ്ചസ് എഴുതുക, മെന്റൽ ചേഞ്ചസ് എഴുതുക,
കൊഗ്നിറ്റീവ് ആയ ചേഞ്ചസ് എഴുതുക, സോഷ്യലായ ചേഞ്ചസ് എഴുതുക, ഫീച്ചേഴ്സ് എഴുതുക. ഇങ്ങനെ ഡിഫറെന്റ് മേഖലകളെ ടച്ച് ചെയ്ത് എഴുതുക. അപ്പൊ ഇഷ്ടംപോലെ എഴുതാൻ കിട്ടും. അഥവാ ഈ ഇൻഫാൻസിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയൊക്കെ ഉണ്ടാവുക, അവരുടെ മെന്റൽ, അവരുടെ ബിഹേവിയറൽ, അവരുടെ സോഷ്യൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു 5 മേഖല ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു 5 മേഖല എപ്പോഴും കണക്ട് ചെയ്യാം. ഓക്കെ, ആ ഫിസിക്കല്, മെന്റല്, സോഷ്യല്, ഇമോഷണല് ആൻഡ് മോറലോ അങ്ങനെ എന്തെങ്കിലും ഒരു 5 മേഖല ടച്ച് ചെയ്യാം. ഈ എല്ലാത്തിലും 5 മേഖല എഴുതി കൊടുക്കുക. അപ്പൊ ഇഷ്ടം പോലെ നമുക്ക് എന്തായി ലെങ്ത് കിട്ടും. എസ് എ ആണെങ്കിൽ പോലും നമുക്ക് ലെങ്ത് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എസ് എക്ക് ലെങ്ത് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, സൈക്കോളജിയിൽ നിങ്ങൾ എന്ത് മേഖല എഴുതുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മെന്റലും ഇമോഷണലും സോഷ്യലും സൈക്കോളജിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോ ഇതൊക്കെ പിന്നെ ബാക്കിയുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇപ്പൊ പഠിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല, നോക്കുക. പിന്നെ ഇതിൽ മോറൽ ഡെവലപ്മെന്റ് ആണ്. ഇതിൽ ഈ പറഞ്ഞതൊക്കെ ഇതിൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്, മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്, അങ്ങനെ ഓരോരോ ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ കീ ടേംസ് മാത്രം നോക്കി വെക്കാൻ. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ഈ കീ ടേംസ് മാത്രം നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി അത് ഫില്ല് ചെയ്യുക. ഈ ജീൻ പിയാഷേനെ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ജീൻ പിയാഷെ ആൻഡ് ലോറൻസ് കോൾബർഗ്, മോറൽ റിയലിസം, മോറൽ ഡെവലപ്മെന്റ് ആണ് ജീൻ പിയാഷെ. അപ്പോ പിയാഷേന്റെ ഈ ഒരു ടേംസ് നോക്കി വെക്കുന്നത് നല്ലതാണ്. പിയാഷെ, കോൾബർഗ് ഇവരുടെ രണ്ടുപേരുടെയും തിയറികൾ കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അതില് പിന്നെ പിയാഷേന്റെ തിയറി എനിക്ക് തോന്നുന്നത് ഇതിന്റെ പല സ്ട്രക്ചറിലുള്ള തിയറി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറ്റ് GPT നോക്കിയാൽ ഇതിന് കുറച്ചുകൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ള തിയറി കിട്ടും എന്നുള്ളതാണ്. വേണമെങ്കിൽ ഇതിന്റെ ഒരു പിന്നെ ആ ഒരു ഇമ്പോർട്ടന്റ് മേഖലന്റെ ഒരു ആൻസറിന്റെ ഒരു സാധനം ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുതരാം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പൊ ഈ പിയാഷേന്റെ അതേപോലെ തന്നെ കോൾബർഗ് ഇതിൽ പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, ഇങ്ങനെ ഒരു 3 ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിലല്ലേ നിങ്ങൾക്ക് ഇവിടെ പാക്ക് വിളിച്ചാല് പിയാഷെ, കോൾബർഗ് ഇവർക്ക് ഏത് ഡെവലപ്മെന്റാ പറഞ്ഞേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, മോറൽ ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുള്ള കോൾബർഗ്, അപ്പൊ കോൾബർഗ് മോറൽ ഡെവലപ്മെന്റ് അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഒരു ടേംസും പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ, ഇതൊന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളെ ഇതിൽ പൊതുവെ എന്ത് ചെയ്യാറില്ല. ഒരു എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ, എസ് എ അല്ല ഒരു പാരഗ്രാഫ് ഒക്കെ ആയിട്ട് പൊതുവെ ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിൽ ഓരോ സ്റ്റേജും അതിൽ എന്താണ് കുട്ടികൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ പൊതുവെ ഉണ്ടാവുക. പിന്നെ ഇതിൽ അഡോളസൻസിനെ കുറിച്ച് കാര്യമായിട്ട് പറയണ്ടേ. അഡോളസൻസിന്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അവർ നേരിടുന്ന അവരുടെ ഇഷ്യൂസോ അങ്ങനെ ഏതെങ്കിലും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ എന്താണ് അഡോളസൻസ്, അതിൽ ഓരോരോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ സൈക്കോളജിസ്റ്റുകൾ പേരൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും അത് ഗ്രോത്തിന്റെ സമയമാണ്, അതുപോലെ തന്നെ സൈസ്, അവരുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളുടെ സമയമാണ്, അതുപോലെ തന്നെ അവരുടെ സ്ട്രെസ് ആൻഡ് സ്റ്റോം, അവർ ഭയങ്കര കൺഫ്യൂഷൻസ് ഉള്ള സമയമാണ്, അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ആയ സമയമാണ്, അൺപ്രഡിക്റ്റബിൾ ആയ സമയമാണ്. ഇങ്ങനെ ഒരു അഡോളസൻസിനെ കുറിച്ച് ഒരു 5-6 പോയിന്റ്സ് കൊടുക്കുക. എല്ലാതും നിങ്ങളുണ്ടല്ലോ, നമ്മളിപ്പോ ഒരു പോയിന്റ്സ് പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് കുറേ വായിക്കാൻ നിൽക്കണമെന്നില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഫീച്ചർ പഠിച്ചു വെക്കുക. ഇത് ലാസ്റ്റ് മിനിറ്റിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട 5 പോയിന്റ് പഠിച്ചു വെക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, നമ്മളതായ ലാംഗ്വേജിൽ അത് എലാബറേറ്റ് ചെയ്യുക. അത്രേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹൈറ്റില്, അതുപോലെ തന്നെ അവരുടെ ക്രേവിംഗ് ഫോർ ഇൻഡിപെൻഡൻസ്, ഇത് ഈ അഡോളസൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവര് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡിഫറെന്റ് സബ് കാറ്റഗറീസ് ആയിട്ട് എഴുതാം. അവർ ആ സമയത്ത് എന്താണ് അവരുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് എഴുതി വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ അവരുടെ പ്രോബ്ലംസ് ഇതേപോലെ ഒരു 5-6 പ്രോബ്ലംസിൽ മിനിമം നോക്കി വെക്കുക. ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, നെഗറ്റീവ് ആൻഡ് നോൺ കൺഫോമിറ്റി ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ സെക്ഷൽ ഏർജ് ഉണ്ട്, അതുപോലെ തന്നെ ഹെസിറ്റേഷൻ ആൻഡ് കൺഫ്യൂഷൻ ഉണ്ട്, ഇമോഷണൽ സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് എന്നൊക്കെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ പറയാം. അത്തരം സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓട്ടോണമി, ഫ്രീഡം വേണം എന്നുള്ള അവരുടെ ചിന്ത ഉണ്ട്. അതുപോലെ ഡോമിനൻസ്, പിയർ ഗ്രൂപ്പിന്റെ ഡോമിനൻസ്, അഥവാ ഫ്രണ്ട്സ് ആണ് എല്ലാം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അഡോളസൻസിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ അഡോളസൻസിന്റെ ഫീച്ചേഴ്സും പ്രോബ്ലംസും ഈ രണ്ടും നോക്കി വെക്കാം. ഇതിന്റെ ഹൗ ടു ഓവർകം ദെയർ പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഓരോ പ്രശ്നം എടുത്തിട്ട് അതിനാണ് പരിഹാരം കാണേണ്ടത്. കോമൺ ആയിട്ട് ചെയ്തെടുത്ത് അപ്പൊ അവർക്ക് എന്തുണ്ട്, ഒരു ഓട്ടോണമി വേണമെന്നുള്ള ഇതുണ്ട്. എങ്ങനെ അതിന് ഓവർകം ചെയ്യാം, അവർക്കും ചില സമയത്ത് ഫ്രീഡം കൊടുക്കുക, അവർക്കും ചില സമയത്ത് അവർക്കൊരു പ്രൈവസി കൊടുക്കുക എന്നുള്ള തരത്തിൽ അങ്ങനെ ഓരോ ഇഷ്യൂ എഴുതിയിട്ട് വേണം അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് എഴുതാൻ. പിന്നെ ഈ ഭാഗങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കഴിയില്ല.
ഈ ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ടല്ലോ, ഡെവലപ്മെന്റ് സ്റ്റേജില് ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻ, അഡൾട്ട്ഹുഡ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, ഇതും ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അഥവാ ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ്, ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്നുള്ള ഒറ്റ ഇതിൽ എഴുതിയിട്ട് ഏർലി ലേറ്റർ എന്നുള്ളതാണെങ്കിൽ എഴുതി കൊടുക്കാം. അതേപോലെ തന്നെ അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ്, ഇത്രയും ഡെവലപ്മെന്റ് ഇതാണ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകിൽ ഹെർലോക്കിന് തിയറിക്കിട്ട് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതാം, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. സൈക്കോളജിസ്റ്റിന്റെ പേര് ചോദിച്ചിട്ടില്ലെങ്കിൽ യു ആർ ഫ്രീ ടു റൈറ്റ് എനി തിയറി. ഇത്രയാണ് പേപ്പർ 1 പറഞ്ഞിട്ടുള്ളത്. സൗണ്ട് ക്ലിയർ അല്ലേ? ഇനി യൂണിറ്റ് 2 പോവാണ്. മൈക്ക് ഇന്റത് മ്യൂട്ട് അല്ലല്ലോ, കേൾക്കുന്നില്ല? ഹലോ, നിങ്ങൾ മ്യൂട്ട് ആണെന്നോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല? ആർക്കും പറ്റുന്നില്ല? എനിക്ക് പറ്റുന്നുണ്ട്. ഇത് ഇനി എന്തായാലും സെറ്റിങ്സ് സംഭവിച്ചത് എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാല് ഒരു സെക്കൻഡ് നോക്കട്ടെ. പോസ്റ്റ് ഡീആക്ടിവേറ്റ് ചെയ്തു. ആരാടാ ഡീആക്ടിവേറ്റ് ചെയ്ത്? അതിന്റെ സെറ്റിങ്സ് ആർക്കെങ്കിലും അറിയോ? എന്തെങ്കിലും? സർ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. എന്താ ഓക്കെ ആവണേ? ഹോസ്റ്റ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടായിരുന്നു. ഹോസ്റ്റ് ഞങ്ങൾ തന്നെയല്ലേ? ഏത് ഹോസ്റ്റ് ഡീആക്ടിവേറ്റ് ചെയ്ത് എനിക്കറിയില്ല. കോ-ഹോസ്റ്റ് ആരെങ്കിലും ഹോസ്റ്റുകൾ പണി വരുന്നുണ്ടാവോ? ഓക്കെ, യൂണിറ്റ് 2 അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് മെമ്മറി ആണ്. ഇതിലിങ്ങനെ പോകുമ്പോ അറ്റൻഷനും പെർസെപ്ഷനും പിന്നെ ഈ ടൈപ്സ് ഓഫ് അറ്റൻഷൻ അത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് അറ്റൻഷൻ, വോളണ്ടറി, ഇൻവോളണ്ടറി. അത് നമ്മൾ വളരെ എഫേർട്ട് എടുത്ത് ഇന്നെ തന്നെ കേൾക്കുക, നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ കറക്റ്റ് ആയി നിൽക്കുന്നതാണ് വോളണ്ടറി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോ ഞാനിവിടെ ഒരു ഭാഗത്ത് ക്ലാസ് കേൾക്കുന്നു, നിങ്ങൾ വേറെ എന്തൊരു പണിക്കുന്നു, കൂട്ടത്തിൽ ഇതും കേൾക്കുന്നുണ്ട്, അത് ഇൻവോളണ്ടറി ആണ്, അല്ലെങ്കിൽ നോൺ വോളീഷണൽ അറ്റൻഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്തിനാണ് അറ്റൻഷൻ, ഇത് ആൻസർ ചെയ്യുമ്പോഴേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരാൾ നമ്മോട് ഒരു കാര്യമായ ഒരു കാര്യം പറയാണ്. ഓക്കെ, അവിടെ നമ്മൾ അയാളെ തന്നെ നോക്കി ഒരു വളണ്ടറി അറ്റൻഷൻ കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ നാച്ചുറൽ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ രീതി എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അറ്റൻഷന് വേണ്ട കൃത്യമായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ വേണം, അതുപോലെ തന്നെ അതില് നമ്മുടെ എഫേർട്ട് വേണം, ഐ കോണ്ടാക്ട് വേണം, ഇങ്ങനെയുള്ള ബേസിക് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സും അങ്ങനെ അധികം ചോദിച്ചത് കണ്ടിട്ടില്ല, എങ്കിലും അറ്റൻഷൻ എന്താണ് എന്നുള്ള ആ ഒരു അറ്റൻഷൻ ടൈപ്സ് ഇതിനു മുമ്പത്തെ അതിൽ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടു. ഓക്കെ, പിന്നെ അതിന്റെ ഡിറ്റർമിനൻസ് ആണ്. ഏതൊക്കെ ഡിറ്റർമിനൻസ് എന്നുള്ള വാക്കുകൾക്ക് പേടിക്കരുത്. അറ്റൻഷൻ എങ്ങനെയൊക്കെ മിസ്സാവാം, അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഉണ്ട്, അതിൽ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്നും അറിയില്ല സങ്കല്പിക്കാം. ഓക്കെ, ഈ ഫാക്ടേഴ്സ് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് ഒരാൾ പറയുന്നത് കൃത്യമായി കേൾക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താ? ആ ഒരു ഡിസ്റ്റൻസ്, നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വസ്തുവിന്റെ സൈസ്, അതിന്റെ സൗണ്ട്, ഡിസ്റ്റൻസ്, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ റെലവൻസ്, നമ്മുടെ മെന്റൽ സെറ്റപ്പ്, ഇങ്ങനെയുള്ള കുറച്ച് ഒരു 5-6 പോയിന്റ്സ് ഉണ്ടല്ലോ, അതെന്തായാലും നോക്കി വെക്കുക. എന്നിട്ട് അത് എഴുതി കൊടുക്കുക. നമ്മൾ ദൂരെയുള്ള സാധനം തീരെ കാണില്ലെങ്കിൽ നമുക്ക് അത് വലിയ അറ്റൻഷൻ കിട്ടൂല, അല്ലെ? നമുക്ക് താല്പര്യമില്ലാത്ത ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ അറ്റൻഷൻ കിട്ടൂല, നമുക്ക് ഭയങ്കര തലവേദനയാണ്, അറ്റൻഷൻ കിട്ടൂല. അല്ലെങ്കിൽ നമ്മള്
ഇപ്പൊ റെലവെന്റ് അല്ല, കഴിഞ്ഞു പോയതാണ്, അറ്റൻഷൻ കിട്ടൂല. അത്തരത്തിലൊരു 6 പോയിന്റ്സ് എങ്കിലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, അറ്റൻഷന്റെ ഡിറ്റർമിനൻസ് ആക്കിയിട്ട് നോക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ 8 കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്റേണൽ എക്സ്റ്റേണൽ എന്നുള്ളത് വേർതിരിക്കാതെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇതിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ പഠിക്കുക, അല്ലാത്തവര് ഈ ഒരു സ്ലൈഡ് മാത്രം നോക്കി വെക്കുക. സൈസ്, ഇന്റൻസിറ്റി, ചേഞ്ച്, കോൺട്രാസ്റ്റ് എന്നൊക്കെയുള്ള സംഭവങ്ങൾ. ഓക്കെ, പിന്നെ ഈ സംഭവങ്ങളും ഇൻട്രസ്റ്റ്, നീഡ്, മെന്റൽ സെറ്റപ്പ്, ഫിസിയോളജിക്കൽ കണ്ടീഷൻ, ഇങ്ങനെ ഒരു 5-6 പോയിന്റ്സ് മാത്രം നോക്കി വെക്കുക. അത് വെച്ചിട്ട് എഴുതുക. പിന്നെ സെൻസേഷൻ അല്ല, പെർസെപ്ഷൻ അല്ല പിന്നീട് ഒരു ഉള്ളത്. നമ്മള് ഒരു കാര്യം നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് ആക്ച്വലി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡിറ്റർമിനൻസ് സെയിം ആയിരിക്കും. നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ടും പെർസെപ്ഷന് വേണ്ടിയിട്ടും സെൻസേഷന് വേണ്ടിയിട്ടും ഈ മൂന്നിന്റെയും ഡിറ്റർമിനൻസ് ഒന്നാക്കി പഠിച്ചാൽ മതി. ഒരേപോലെ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. പിന്നെ ഈ ലോകള് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ലോ ഓഫ് ഫ്രാഗ്രൻസും പ്രോക്സിമിറ്റിയും ഒക്കെ അത് നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ചിലത് നമുക്ക് അടുത്തടുത്തുള്ളത് ഒരേപോലെ തോന്നുന്നു, അതുപോലെ തന്നെ ഉള്ള നിയമങ്ങളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അതിൽ കൂടുതലായിട്ട് കണ്ടില്ല. മെമ്മറിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മെമ്മറി തന്നെ ടൈപ്സ് ഓഫ് മെമ്മറി, അഥവാ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് കണ്ടത്. ഇൻസിഡന്റ് മെമ്മറി, വിവിഡ് മെമ്മറി, ഒബ്സർവേഷണൽ മെമ്മറി, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മെമ്മറി, ഇങ്ങനെ 4 ടൈപ്സ് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു വളരെ ഇൻസിഡന്റൽ ആണ് അല്ലെങ്കിൽ ഇന്റൻഷണൽ മെമ്മറി, വളരെ ഇന്റൻഷനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പോയി കാണുന്നതാണ് ഇന്റൻഷണൽ. ആ വാക്ക് തന്നെ ഉണ്ട്, ഇൻസിഡന്റൽ. ജസ്റ്റ് കണ്ടു നോക്കാം, അപ്പൊ ഓർക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. ദെൻ വിവിഡ് ഓർ ഇൻഡിൻസ്റ്റിക്ട് മെമ്മറി, അഥവാ അതിന്റെ ഈ ടേംസ് ഉണ്ടല്ലോ, ടേംസ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഏറ്റവും മിനിമം ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, ഇതെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇന്റൻഷണൽ മെമ്മറി, ഇൻസിഡന്റ് മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. പിന്നെ കാണാതെ പഠിക്കുകയാണെങ്കിൽ അത് റോഡ് മെമ്മറിയാണ്. കാണാതെ പഠിക്കുകയാണെങ്കിൽ, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒബ്സർവേഷൻ മെമ്മറി. ഇത്തരത്തിൽ ആ ടേംസ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയത് മാത്രം നോക്കി വെക്കുക. ഇവിടെ STM LTM പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി എന്നാണ്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റീവ് മെമ്മറിയിൽ ഇവിടെ ഇതാകണോ, പിന്നെ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ ഇതാകണോ ഈ പറഞ്ഞ സാധനങ്ങൾ, അഥവാ റാപ്പിഡിറ്റി, അക്യുറസി, ലെങ്ത് ഓഫ് ടൈം, പ്രോപ്പർനെസ്, സർവീസബിൾനെസ്, ഇതൊന്നും നിങ്ങൾ ടേംസ് ആക്കി തന്നെ എഴുതിയിട്ടില്ലെങ്കിലും, സോറി ഇത് ഗുഡ് സയൻസ്, സോറി കേട്ടോ. പിന്നെ നമ്മുടെ ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണ്, മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്താണ്. സോ ആക്ച്വലി മെമ്മറിക്ക് വെച്ചാൽ നമ്മുടെ അസുഖങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മാനസികമായി നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ മെമ്മറിയെ ബാധിക്കും. ഓക്കെ, പിന്നെ ലോ മോട്ടിവേഷൻ, അതല്ലെങ്കിൽ നമ്മളൊരു കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുക, അഥവാ എന്താ പറ്റി പറയാ കേട്ടില്ല. അത്തരത്തില് നമ്മുടെ മാനസികമായതും ശാരീരികമായതും സാമൂഹികമായതും ആയിട്ടുള്ള എല്ലാ മേഖലകളും മെമ്മറിയെ ബാധിക്കും എന്നുള്ളതാണ്. കാറ്റഗറൈസ് ചെയ്ത് എഴുതാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ശാരീരികം അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ എന്നോ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ എന്നോ എഴുതാം. മാനസികം, സൈക്കോളജിക്കൽ ആൻഡ് മോട്ടിവേഷൻ ആൻഡ് സോഷ്യൽ, ചുറ്റുമുള്ള ആളുകള്, നോയിസ്, ഡിസ്റ്റൻസ്, ഇതൊക്കെ മെമ്മറിയെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരത്തിൽ സബ് കാറ്റഗറീസ് ആക്കിയിട്ട് അവിടെ എഴുതാം. പിന്നെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത്ര കൂടുതലായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. റിപ്പീറ്റ് ചെയ്യുക, നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറില്ലേ, റിപ്പീറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക, അതുപോലെ കോഡുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ലേണിംഗ് സ്ട്രാറ്റജീസ് മാറ്റി കൊടുക്കുക, അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ്, ഇപ്പോൾ ഒരു ടീച്ചർക്കൊക്കെ ആണെങ്കിൽ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ അവരുടെ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യുക. ഇങ്ങനെയുള്ള നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാലും മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതൊരു ചെറിയ യൂണിറ്റ് ആണ്, അതിലത്രേ ഉള്ളൂ. മെമ്മറി എന്നുള്ളത് പ്രത്യേകം നോക്കുക, ടൈപ്സ് മെമ്മറി നോക്കുക, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ സ്ട്രാറ്റജി നോക്കുക. ഈ ഒരു 3 കാര്യങ്ങൾ അതിൽ പ്രത്യേകമായിട്ട് നോക്കുക. മൂന്നാമത്തെ യൂണിറ്റ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് ആണ്. ഒറ്റ സെക്കൻഡ് കേട്ടോ, ഇപ്പൊ കണക്ട് ആവേ.
ഓക്കെ, മോട്ടിവേഷൻ കാണണ്ടേ ഇവിടെ മോട്ടിവേഷൻ ഒരു ഡെഫിനിഷൻ നിർബന്ധമായിട്ട് നോക്കി വെക്കാം. ഓക്കെ, ഇതിൽ ഉള്ള പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരു എന്താ പ്രോസസ് ഓഫ് എറൗസിങ് ഓർ മെയിൻറ്റെയിനിങ് കൺട്രോളിങ് എന്നൊക്കെയുള്ള ഇതിൽ ഏതെങ്കിലും 2-3 ടേംസ് വെച്ചിട്ട് മോട്ടിവേഷൻ ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കി വെക്കാം. ആ ഡെഫിനിഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മോട്ടിവേഷനെ കുറിച്ച് എന്ത് എഴുതുകയാണെങ്കിലും ഫസ്റ്റ് ആ ഡെഫിനിഷൻ എഴുതാം. ഓക്കെ, പിന്നെ മോട്ടീവ്, ഇത് അങ്ങനെ റിപ്പീറ്റ് ചെയ്തതിൽ മോട്ടീവ്സിനെ കുറിച്ച് കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും നമ്മുടെ എന്താ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് അതൊരു സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. അതുപോലെ നമുക്കൊരു നീഡ് ഉണ്ടാവണം, നമ്മളെ ഒരു കേൾക്കാനുള്ള ഒരു ആവശ്യം ഉണ്ടല്ലോ, അതാണ് മോട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കതിന് എനർജി വേണം, നമുക്കതിന് മോട്ടിവേഷൻ വേണം, സാറ്റിസ്ഫാക്ഷൻ വേണം, എഫേർട്ട് വേണം, ഗോള് വേണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു മോട്ടീവ് ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. അത് നാച്ചുറൽ ഉണ്ട്, അക്വേർഡ്, അങ്ങനെ ടൈപ്സ് ഉണ്ട്, അതൊന്നും കൂടുതലായിട്ട് ചോദിച്ചിട്ടില്ല. ഇവിടെ മോട്ടിവേഷന്റെ തിയറീസ് ഇമ്പോർട്ടന്റ് ആണ്. മാസ്ലോന്റെ തിയറി, ആ ഒരു ഹയറാർക്കി ഓഫ് നീഡ്സ് ഉണ്ട്, ആ ഒരു ഇതുണ്ടല്ലോ, പിന്നെ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം നിർബന്ധമായിട്ട് വരച്ചേക്കണം. ഓക്കെ, ആ ഡയഗ്രാം മാത്രം പഠിച്ചാൽ മതി. ആ മാസ്ലോന്റെ ഡയഗ്രാം ഉണ്ട്, ഫിസിയോളജിക്കൽ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ വേറെ ഡയഗ്രാം കിട്ടുക, ബുക്കിലുള്ളത് വേറെ ഡയഗ്രാം ഉണ്ടാവുക. അഥവാ ഈ അഫിലിയേഷണൽ എന്നുള്ള ഉണ്ടാവുക, ലവ് ആൻഡ് ബിലോങ്ങിങ് എന്നാണ് അതിലുണ്ടാവുക. സെൽഫ് എസ്റ്റീം, ഈ അച്ചീവ്മെന്റ് നീഡ്സ് എല്ലാത്തിലും കണ്ടോളുന്നില്ല. ആൻഡ് സെൽഫ് ആക്ച്വലേഷൻ, ഒരു 5 സ്റ്റെപ്പ് ഉള്ള ഡയഗ്രാം അതിലുണ്ടാവുക, അത് നോക്കിച്ചാലും മതി. ഓക്കെ, അപ്പൊ ആ ഒരു മാസ്ലോന്റെ തിയറികൾ എന്ത് ചെയ്യണം, ആ ഒരു ഡയഗ്രാം കൃത്യമായി നോക്കണം, അത് വരക്കണം. മാസ്ലോയുടെ തിയറിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഹയറാർക്കിയൽ നീഡ്സ്. ആ ഒരു 5 സ്റ്റെപ്പ് അല്ലെങ്കിൽ 6 സ്റ്റെപ്പ് നിർബന്ധമായിട്ടും അത് വരക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് പ്രത്യേകം എന്ത് ചെയ്യണം, നോട്ട് ചെയ്യേണ്ടതാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, അടുത്തൊരു ടേം ഡെഫിഷ്യൻസി നീഡും ഗ്രോത്ത് നീഡും ആണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കണേ. ഓർമ്മയിലുണ്ടോ? ഇല്ല. സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മുടെ ഒരു പിന്നെ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക്, നമ്മളൊരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, അതിന്റെ ഒരു ലാസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഉദ്ദേശിക്കുന്ന എല്ലാം എത്തുക എന്നുള്ളതാണ്. ആരാണെങ്കിൽ എത്തുക, ഭയങ്കര ഒരു സെൽഫ് കൺട്രോൾ ഉള്ള, അതുപോലെ തന്നെ നമ്മുടെ സ്വയം ഭയങ്കരമായി നമ്മള് എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു നല്ല ഐഡന്റിറ്റി ഉള്ള, നല്ല ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള, ഇങ്ങനെ ഒരു 5-6 പ്രത്യേകത നോക്കി വെക്കാം. സെൽഫ് ആക്ച്വലൈസേഴ്സ് അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻക്ക് എത്തുന്ന ആളുകൾ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയ പോയിന്റ്സ് മാത്രം നോക്കിച്ചാൽ മതി. ക്രിയേറ്റീവ് ആയിരിക്കും, സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവും, നോൺ കൺഫർമിറ്റി ഉണ്ടാകും, അതുപോലെ തന്നെ എന്താ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, ഹാർഡ് വർക്ക് ഉണ്ടാവും. ഇങ്ങനെ ഒരു കുറെ പോസിറ്റീവായ എല്ലാ ഗുണങ്ങളും എഴുതാം. സെൽഫ് ആക്ച്വലൈസേഷൻക്ക് ചോദിക്കുമ്പോൾ അതിന്റെ പോസിറ്റീവായിട്ട് കിട്ടുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് അവിടെ എഴുതാൻ പറ്റും. പിന്നെ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആണ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. സിമ്പിൾ ആണ്. നമ്മുടെ ഉള്ളിലുള്ളത് ഇൻട്രിൻസിക് ആണ്, പുറത്തുനിന്ന് ഒരാൾക്ക് തരുന്നത് എക്സ്ട്രിൻസിക് ആണ്. ഓക്കെ, നമ്മളത് ചിന്തിച്ച് നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്ന സെൽഫ് മോട്ടിവേഷൻ ആണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള മോട്ടിവേഷൻ എന്നത് എക്സ്ട്രിൻസിക് ആണ്, വേറൊരാള് നമ്മളെ വന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അതില് ലേണിംഗ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്. ഇത് ചിലപ്പോൾ ഒരു പാരഗ്രാഫായിട്ട് ചോദിച്ചിട്ടില്ല. ലേണിങ്ങിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്ന ഘടകങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ ഈ സ്ലൈഡ് ഉണ്ടല്ലോ, ഇത് മാത്രം ഇതിൽ ഒരു 5-8 നോക്കി വെക്കാം. അപ്പോൾ മോട്ടിവേഷൻ, നീഡ്, മെച്ചുറേഷൻ, ഫീഡ്ബാക്ക്, ഇന്റലിജൻസ്, അറ്റൻഷൻ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അഥവാ ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ്, ലേണിംഗ് സ്ട്രാറ്റജീസ്, ഗൈഡൻസ്, മോട്ടിവേഷൻ, പ്രാക്ടീസ്, പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുറെ, ഇതിൽ 14 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇതിൽ 8 നോക്കി വെക്കാം. ഇത് എന്നിട്ട് അത് ഓരോന്ന് എന്ത് ചെയ്യണം, ഉദാഹരണ സഹിതം എഴുതണം. മോട്ടിവേഷൻ എഴുതുകയാണെങ്കിൽ a teacher has to motivate the students to learn in better way എന്നൊക്കെ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നിങ്ങളുടേതായ ഡെഫിനേഷൻ എഴുതാൻ ശ്രമിക്കുക, നിങ്ങളുടേതായ എക്സാമ്പിൾസ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം
എക്സാമ്പിൾസ് എഴുതുമ്പോൾ ഒന്ന് നമുക്ക് ലെങ്ത് കൂടി കിട്ടും, രണ്ട് ഈ ഐഡിയ നമുക്ക് അറിയാം എന്ന് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് അത് ഫീൽ ചെയ്യും. പിന്നെ ഇതിലുണ്ടല്ലോ ഈ തിയറികള് അസോസിയേഷൻ തിയറി, തൊണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറി ഉണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയണത് ഈ ടേംസ് തന്നെ ഉണ്ട്. ട്രയല് എറർ ഉണ്ടെങ്കിലാണ് ലേണിംഗ് സംഭവിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കണം. അതാ ട്രയൽ ആൻഡ് എറർ പ്രോസസ് ആണ്. പക്ഷെ എപ്പോഴും ഒരു സ്റ്റിമുലസ് ഉണ്ടാവും, നമ്മൾ അതിനോട് റെസ്പോൺസ് ചെയ്യും. അത് ഫെയിൽഡ് ആകാം, അത് തെറ്റാകാം, എന്നാലോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് വീണ്ടും ട്രയൽ ചെയ്യണം, വീണ്ടും എറർ ഉണ്ടാവും. അങ്ങനെ കുറെ തെറ്റുകളിൽ നിന്നാണ് ഒരു ശരിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ട്രയൽ ആൻഡ് എറർ തിയറിന്റെ ഏറ്റവും ബേസിക്. ഓക്കെ, അതില് തൊണ്ടേക്കിന്റെ ഈ ഒരു പസിൽ ബോക്സ് ഉണ്ട്. ഈ ഒരു ക്യാറ്റ് അവര് പല പ്രാവശ്യം അത് റോങ് ആയി ചെയ്ത് പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഒരു ഫുഡിന്റെ പെലറ്റിന് കിട്ടുന്നത്. സോ ഒരുപാട് ട്രൈ ചെയ്താണ് അവസാനം വിജയം കിട്ടുക, അല്ലെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പസിൽ ബോക്സിനൊക്കെ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വരച്ചൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നല്ലോ എല്ലാ തിയറി നമ്മൾ പറ്റുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ശ്രമിക്കാം. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ പറഞ്ഞാൽ ഈ തിയറി എവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഇംപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, സ്റ്റുഡൻസ് പഠിക്കണം. അത് അവർ ഫെയിൽഡ് ആയാലും അല്ലെങ്കിൽ അവർക്ക് കോൺസെപ്റ്റ് കിട്ടണമെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യുമ്പോഴാണ് അവർ വിജയത്തിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിനുള്ള മെസ്സേജ് അത് നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ എഴുതേണ്ടത് നല്ലതാണ്. പിന്നെ ഇതിലിങ്ങനെ വന്നാല് ലിമിറ്റേഷൻ, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇവാൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ ഒരു തിയറി ഇത് മാത്രം നോക്കിയാൽ മതി. സ്റ്റേജ് 1 അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ഫുഡ് കൊടുക്കുന്നു, സലൈവ വരുന്നു. പിന്നെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കും, അഥവാ ബെല്ല് മാത്രം കൊടുക്കും, അവിടെ ഒന്നുമില്ല. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ബെല്ല്, സലൈവ ഞാൻ എഴുതിച്ച പോലെ നിങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ എഴുതുക. ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, രണ്ടാം സ്റ്റേജിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസിന് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് അവിടെ കിട്ടും, എന്ത് സലൈവ വരും എന്നുള്ളതാണ്. ഫൈനൽ സ്റ്റേജിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ബെല്ല് മാത്രം കൊടുത്താൽ സലൈവ മാത്രം വരും, ഫുഡ് കൊടുത്തില്ലെങ്കിലും ബെല്ല് മാത്രം കൊടുത്താൽ സലൈവ വരും. ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് നോക്കി വെച്ചിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ പിന്നെ ആ വ്യക്തി ചെയ്ത എക്സ്പെരിമെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതണം. ആദ്യം ഫുഡ് കൊടുത്തു, വെള്ളം വന്നു, ഈ ഫുഡ് കണ്ടീഷൻ ചെയ്തിട്ടില്ല, ആ സലൈവ കണ്ടീഷൻ റെസ്പോൺസ് അല്ല. പിന്നീട് ബെല്ലടിച്ച് ഫുഡ് കൊടുത്തു, അത് ഈ ഫുഡിനെ കണ്ടീഷൻ ചെയ്തു, കണ്ടീഷന്റെ സ്റ്റിമുലസ് ആക്കി മാറ്റി. അപ്പോൾ എന്തില്ല, ആദ്യം ഒന്നും വന്നിട്ടില്ല, പിന്നീട് കണ്ടീഷൻ റെസ്പോൺസ് വന്നു. ലാസ്റ്റ് സ്റ്റേജിൽ ഫുഡ് എന്നുള്ളതിനെ കണ്ടീഷൻ ചെയ്ത ബെല്ല് മാത്രം അടിച്ചു, എന്നാൽ കണ്ടീഷന്റെ റെസ്പോൺസ് ആയിട്ടുള്ള സലൈവ വന്നു എന്നുള്ളതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ പാവ്ലോവിനെ പറ്റി പറയുമ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമുക്കൊരാളുടെ ബിഹേവിയറിനെ കണ്ടീഷൻ ചെയ്ത് ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടീഷൻ ചെയ്ത് ബിഹേവിയർ ഉണ്ടാക്കാൻ പറ്റും, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ തിയറിന്റെ ബേസ്. ഓക്കെ, പിന്നെ സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ഇതില് ഈ പറഞ്ഞ പോലെ പിന്നെ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറയാം, അതേപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ്. സ്കിന്നറിനെ പറ്റി പറയുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് ഒരിക്കലും പറയാതെ പോകരുത്. കാരണം സ്കിന്നർ ബോക്സിലുള്ള ഈ എലിക്ക് ഫുഡ് കിട്ടിയത് അവിടെ എന്ത് ചെയ്യാണ്, ഓരോ വട്ടം ലിവർ അമർത്തുമ്പോഴും അതിനുള്ള ഫുഡ് പെലറ്റ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, ആ 3 ടേംസിനെ കൂടി ഇതിനെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ടേംസ് മാത്രം എഴുതിച്ചാലും മതി. ദാറ്റ് മീൻസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ള അതിലെന്താ, കണ്ടീഷനിങ്, സ്റ്റിമുലസ് റെസ്പോൺസ് എന്നുള്ള സംഭവം എഴുതുക, സ്റ്റിമുലസ് എന്താ, റെസ്പോൺസ് എന്താന്ന് എഴുതുക, അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് എഴുതുക, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്. ആ 3 സംഭവം എഴുതിയിട്ടാണ് ആ ഒരു തിയറി എഴുതേണ്ടത്. ഇനി ഇത് ഇങ്ങനെ തന്നെ പഠിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനും തമ്മിൽ പഠിക്കാം. ഒന്നില് ആദ്യം എന്ത് ചെയ്യാണ്, ബിഹേവിയർ കൊടുത്ത് ആണ് മെറ്റീരിയൽ എന്തുണ്ട്, നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഓപ്പറന്റ് കണ്ടീഷനിങ് എപ്പോഴും റീഇൻഫോഴ്സ്മെന്റ് കുറിച്ച് എഴുതേണ്ടതുണ്ട്. ഇത് അതിന്റെ ഒരു ചുരുക്കം ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടതാണ്.
പിന്നെ ജീൻ പിയാഷന്റെ തിയറിയിൽ 4 സ്റ്റേജസ് ആണ്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. ജീൻ പിയാഷന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരാൻ സാധ്യതയുണ്ട്. സാധാരണ എല്ലാ B.Ed ഇതിൽ ചോദിക്കാറുണ്ട് ജീൻ പിയാഷെ. ഓക്കെ, സെൻസറി മോട്ടോർ സ്റ്റേജിൽ 2 വയസ്സ് വരെയുള്ള അവരുടെ പ്രത്യേകതകളാണ് ഇത് വിശദമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് 2 to 7 ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രത്യേകത മാത്രം നോക്കി വെച്ചാൽ മതി. കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 7 to 11 സമയത്തുള്ള പ്രത്യേകത നോക്കി വെക്കുക. അവരുടെ ഞാൻ പറഞ്ഞല്ലോ ഫിസിക്കൽ, മെന്റൽ, ബയോളജിക്കൽ, സോഷ്യൽ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് സബ്ബാക്കിയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് പ്രത്യേക ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ഒരു സ്റ്റേജ്, ഈ ഒരു ഏജ് മിസ് ചെയ്യരുത്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ, ഇത് ഒരിക്കലും മറക്കരുത് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. 4 സ്റ്റേജ് ഉള്ളൂ, ആ 4 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കോൺട്രാജസിനൊന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഇതില് പറഞ്ഞ കാര്യങ്ങൾ നോക്കുക മീൻസ് നോക്കാൻ സമയമില്ല, ഉള്ള സമയം കൊണ്ട് നോക്കുക. 4 ഇന്റലിജൻസ് ക്രിയേറ്റിവിറ്റി ആണ്. ഇന്റലിജൻസും ക്രിയേറ്റിവിറ്റിയും അതിന്റെ ഡെഫിനിഷനും അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ ടെസ്റ്റ് ഉണ്ടല്ലോ, ഇന്റലിജൻസ് അളക്കാനുള്ള ടൂൾസ് അല്ലെങ്കിൽ ടെസ്റ്റ്, ആ സംഭവങ്ങളാണ് മെയിൻ. ഓക്കെ, ഇത് തുറന്നു വരുന്നിട്ട് ഇന്റലിജൻസിന് ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം കേട്ടോ. ഇന്റലിജൻസിനും ക്രിയേറ്റിവിറ്റിക്കും ഡെഫിനിഷൻ പഠിക്കണം, അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. അതേപോലെ തന്നെ ഇന്റലിജൻസ് ടൂൾസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് അത് നോക്കണം കേട്ടോ, മറക്കരുത്. പിന്നെ തിയറികൾ അതിന്റെ കൂടെ തന്നെ പഠിക്കാനുണ്ട്. അതില് ഇതൊന്നുമില്ല. സ്പിയർമാൻ 2 ഫാക്ടർ ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റും. 2 ഫാക്ടർ എന്ന് പറഞ്ഞാല് GS, ജനറൽ ഫാക്ടർ, സ്പെസിഫിക് ഫാക്ടർ. അഥവാ ജനറൽ ആയിട്ട് നമുക്കുള്ള കുറെ ഇന്റലിജൻസുകൾ, നമുക്ക് കുറെ ബുദ്ധികൾ, നമ്മുടെ കഴിവുകൾ, സ്പെസിഫിക് ആയിട്ടുള്ള കഴിവുകൾ എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്. അപ്പം സ്പിയർമാൻ 2 ഫാക്ടർ, G ഫാക്ടർ, S ഫാക്ടർ. G ഫോർ ജനറൽ, S ഫോർ സ്പെസിഫിക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ ആളുകള് നമുക്ക് കോമൺ സെൻസ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഡിഫറൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറെ ഇന്റലിജൻസുകളുണ്ട്, കുറെ കഴിവുകളുണ്ട്. ഇവിടെ ഇന്റലിജൻസ് നിങ്ങൾ കഴിവ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് സ്പെസിഫിക് സ്കില്ലുകൾ അല്ലെങ്കിൽ മൈനർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ അതിൽ വരും. ഇങ്ങനെ 2 ഇതുണ്ട് എന്നുള്ളതാണ്. തൊണ്ടേക്കിന്റെ മൾട്ടി ഫാക്ടർ ആണ്. അതില് പിന്നെ ഇതുണ്ടോ ഒരു 7 അതല്ല സോറി തേഴ്സ്റ്റൺ ആണ്. 4 ആട്രിബ്യൂട്ട്സ് പറയുന്നുണ്ട്. ഇതാണ് ഇതിലൊരു ഇമ്പോർട്ടന്റ്. ലെവല്, റേഞ്ച്, ഏരിയ, സ്പീഡ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്റലിജൻസിനെ ആട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ടാസ്കിന്റെ ലെവല്, റേഞ്ച്, ഏരിയ, സ്പീഡ്, ഈ 4 ടേംസ് അതിൽ തേഴ്സ്റ്റൺ നോക്കി വെക്കാം. ഓക്കെ, തേഴ്സ്റ്റൺ പിന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല, ഞാൻ ഇതാക്കാണ്. ഗിൽഫോർഡ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ 6 ഓപ്പറേഷന് 5 കണ്ടന്റ് 6 പ്രോഡക്ട്സ് പറഞ്ഞിട്ട് ഈ പേരുകൾ പഠിക്കാൻ കഴിക്കാം. തീരെ കഴിയില്ലെന്നുണ്ടെങ്കിൽ തൽക്കാലം ഇത് സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് അത്യാവശ്യം കുറച്ചൊരു ടഫുള്ള, അതിന് കുറച്ച് അധികം പഠിക്കാനുള്ളതാണ്. പിന്നെ ഹൊവാർഡ് ഗാർഡൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. ഇത് ഏകദേശം ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പറ്റും. B.Ed ഏകദേശം ഷുവർ ആണ്. ഇതിന്റെ 8 ഇന്റലിജൻസിന് പേര് പഠിക്കുക. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷയുമായി ബന്ധപ്പെട്ട കഴിവുകള്, ഭാഷാപരമായിട്ട് ഒരാൾക്കുള്ള കഴിവുകളാണ്. ലോജിക്കൽ ഒരു മാത്തമാറ്റിക്കൽ എന്നുള്ളത് മാത്സുമായി ബന്ധപ്പെട്ട് ലോജിക്സുമായി ബന്ധപ്പെട്ടതാണ്. സ്പേഷ്യൽ ഇന്റലിജൻസ് വിഷ്വലൈസേഷൻ ആണ്. വിഷ്വൽ ഓർ സ്പേഷ്യൽ എന്നാണ്. വിഷ്വൽ എന്ന് വെച്ച് പഠിച്ചാലും മതി. പിന്നെ കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാല് ബോഡിലി ഓർ കിനസ്തെറ്റിക് എന്നാണ് ഫുൾ നെയിം.
ശരീരം കൊണ്ട് ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂസിക്കൽ എന്ന് പറഞ്ഞാല് സംഗീതം കേൾക്കാനും പാടാനും അത് ആസ്വദിക്കാനും ഒരാളുടെ കഴിവ്. ഇന്റർ പേഴ്സണൽ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിലാണ്. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളിൽ മാത്രമുള്ളതാണ്. എനിക്ക് എന്നോട് സംസാരിക്കാം, എന്റെ കഴിവുകള്, എന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കാൻ. ഓക്കെ. നാച്ചുറലിസ്റ്റിക് എന്നുള്ളത് പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യന്റെ പ്രകൃതിയോടുള്ള സ്നേഹം, പ്രകൃതിയുമായി കണക്ട് ചെയ്യാനും പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. ഇങ്ങനെ 8 ഇന്റലിജൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിന്റെ പേര് പഠിച്ചു വെക്കുക. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്നാണ്. മാത്തമാറ്റിക്കൽ എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ റീസണിങ് എന്നുള്ളതാണ്. വിഷ്വൽ, കിനസ്തെറ്റിക്, മ്യൂസിക്കൽ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്. അപ്പൊ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയി നോക്കിക്കുക. ഇത് നിങ്ങൾ കൃത്യമായി ഈ ഓർഡർ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ കിട്ടുക അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ. ഹൊവാർഡ് ഗാർഡനർ എന്നാണ് അദ്ദേഹത്തിന് ഫുൾ നെയിം. ഇനി ഹൊവാർഡ് കേൾക്കുമ്പോൾ പേടിക്കണ്ട, ഹൊവാർഡ് ഗാർഡനർ എന്നുള്ളതാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ട് 8 നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ നോക്കി വെക്കണം. ഇതിനുണ്ടല്ലോ ഈ ഇന്റലിജന്റ് ടെസ്റ്റുകളുടെ പേരുകൾ നോക്കി വെക്കുക. സ്റ്റാൻഫോർഡ് ബൈനറി ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. അപ്പൊ ഇതില് ഓരോന്നിലും നമുക്ക് എന്തുണ്ടാവുക, അവരുടെ ഇന്റലിജൻസ് അളക്കാനുള്ളതാണ്. കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഇന്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ച് എഴുതാൻ പറ്റും. ഇന്റലിജൻസ് അളക്കാനുള്ളതാണ്. അതിന് ടൂൾസ് ഉണ്ട്. അതിന് ഒരു എന്താ പറയാ, ഒരു സബ്ജക്റ്റിന് നമുക്ക് ആവശ്യമാണ്. അവർക്ക് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് അത് എന്ത് ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുക, അവരുടെ എബിലിറ്റീസ് അളക്കുക, അവർക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാൻ പറ്റും, അവർക്ക് ചെറിയ ടാസ്കുകൾ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ കോമൺ ആയിട്ട് ഇന്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ IQ ആണ് അളക്കുക. IQ അളക്കാൻ ഡെഫിനിഷൻ നോക്കി വെച്ചോണ്ട് IQ is equal to MA/CA × 100 എന്നുള്ളതാണ്. അത് അളക്കാനും ചോദിക്കൂല എങ്കിലും. ഈ ഇന്റലിജൻസ് ടെസ്റ്റുകളുടെ പേരെങ്കിലും നോക്കി വെച്ചോളൂ. പേരെങ്കിലും അതിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ട്. അത് ഒരു വ്യക്തിയിൽ മാത്രം കൊടുക്കുന്നതാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഗ്രൂപ്പിൽ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഈ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് കൂടുതൽ. അതിൽ വെർബല്, നോൺ വെർബല്, പെർഫോമൻസ് ഉണ്ട്. അഥവാ ഒരാൾക്ക് എഴുതാനോ വായിക്കാനോ കൊടുക്കുന്നതാണ് വെർബൽ എന്ന് പറയുന്നത്. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ ഈ ചിത്രങ്ങൾ കൂട്ടിയോജിപ്പിക്കാനോ ചിത്രം വരക്കാനോ അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാനോ കൊടുക്കുന്നതാണ്. പെർഫോമൻസ് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യാനുള്ളതാണ്. അതിൽ വെർബൽ, നോൺ വെർബൽ മാത്രമേ ഗ്രൂപ്പ് ഉള്ളൂ. പെർഫോമൻസിൽ ഗ്രൂപ്പ് ഇല്ല. ഗ്രൂപ്പ് പെർഫോമൻസിൽ ഇന്റലിജൻസ് അളക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. പിന്നെ ക്രിയേറ്റിവിറ്റിക്ക് ഡെഫിനിഷൻ നിർബന്ധമായിട്ട് നോക്കണം. അതിന്റെ ക്യാരക്ടർ നോക്കണം. ഒരാൾ ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയുക, വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ കഴിയുക, പുതിയതൊന്നും ഉണ്ടാക്കാൻ കഴിയുക, പഴയതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുക എന്നൊക്കെ ഉള്ളതാണ്. അത് ഭയങ്കര ഡൈവേർജന്റ് തിങ്കിങ് ആയിരിക്കും. അതാണോ ഈ ഒരു പോയിന്റ്സ് ആണെങ്കിൽ ഇമ്പോർട്ടന്റ് കേട്ടോ. കോമൺസ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്സ് ആണെങ്കിൽ ഇമ്പോർട്ടന്റ്. ഭയങ്കര ഫ്ലുവന്റ്, ഐഡിയേഷൻ ഫ്ലുവൻസി, ഒറിജിനാലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഒന്നുകൂടി വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ChatGPT നോക്കിയാൽ കിട്ടും. അത് നോക്കുവാണെങ്കിൽ നോക്കാം. പിന്നെ ഡിഫറൻസ് ഒന്നും ചോദിക്കാറില്ല. ഇന്റലിജൻസ് ഓക്കെ. ഈ ടെസ്റ്റിംഗ്, ഇന്റലിജൻസ് ആണെങ്കിലും ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഇതിൽ വേറെ പറയുന്നുണ്ടോ, അതൊന്ന് നോക്കി വെക്കണേ. അഥവാ ഒബ്സർവേഷൻ, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, ഇത് നോൺ ടെസ്റ്റിംഗ് ടെക്നിക്കാണ്. അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ അടുത്ത യൂണിറ്റിൽ വരുന്നുണ്ടാവും. അഥവാ നമ്മളെ ക്വസ്റ്റ്യൻ എയർ അതൊക്കെ അടുത്ത യൂണിറ്റിലായിരിക്കണം. അത് കണ്ടിരുന്നോ നമ്മള്? അടുത്ത യൂണിറ്റിലാണോ ഉള്ളത് അറിയോ? മെഷർമെന്റിങ് ടെക്നിക്സ് ഇല്ല, ഇതിൽ കണ്ടില്ല. ഏതായാലും അടുത്ത യൂണിറ്റിലായിരിക്കണം. അത് ചോദിക്കാറുണ്ട്. എന്തോ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതാണ്. പ്രൊജക്റ്റീവ് മെത്തേഡിൽ ഉണ്ട്. അല്ലാതെ ടൂൾസ് ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഇപ്പത്തിൽ ഏത് യൂണിറ്റിലാണ് വന്നതെന്നൊക്കെ ഓർമ്മ കിട്ടണല്ലോ. പേഴ്സണാലിറ്റിയുടെ അല്ലേ അത്? അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി. ശരി. പേഴ്സണാലിറ്റി ഉണ്ട്. അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് പോകുമ്പോ പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റിക്ക് നിർബന്ധമായിട്ട് അതിന്റെ ഡെഫിനേഷൻ നോക്കി വെക്കണം. ഇതിന്റെ മീനിങ് ഓഫ് പേഴ്സണാലിറ്റി ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അതിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെയൊക്കെ ഒക്കെ ഒന്ന് തന്നെയാണ് ഏകദേശം.
പരീക്ഷയ്ക്ക് നോക്കുമ്പോൾ നോക്കാം. ഈ ക്യാരക്ടറിസ്റ്റിക്സ് പേഴ്സണാലിറ്റി ഇത് നിർബന്ധമായിട്ട് നോക്കി വെക്കണം കേട്ടോ. സെൽഫ് കോൺഷ്യസ്, അതുപോലെ തന്നെ സോഷ്യൽ ആണ്, ഡൈനാമിക് ആണ്, ഹെറിഡിറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ആണ്, മോഡിഫയബിൾ ആണ്, യുണീക്ക് ആണ് എന്നൊക്കെയുള്ള ഒരു 6 പോയിന്റ്സ് നോക്കിക്കണം. പേഴ്സണാലിറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 6 ഉണ്ടെങ്കിൽ നോക്കി വെക്കുക. പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി നമ്മൾ നേരത്തെ പറയില്ലേ, ബയോളജിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെ പ്രത്യേകം നോക്കുക. ശാരീരികമായത്, സോഷ്യലായിട്ട് എന്തൊക്കെയാണ്, ഹോം സ്കൂൾ, ഈ ഒരു സൈഡ് മാത്രം നോക്കിച്ചാൽ മതി. ഇതിന് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി, ബയോളജിക്കൽ, സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. പിന്നെ പേഴ്സണാലിറ്റി തിയറിയിൽ ക്രച്മേഴ്സ്, സ്പെയിഞ്ചേഴ്സ്, ഷെൽഡൻ, കാൾ യൂങ്, ട്രേറ്റ് അപ്രോച്ച് പേഴ്സണാലിറ്റി, ഈ ട്രേറ്റ് അപ്രോച്ച് ആണ് അതിലൊന്ന് കണ്ടത്. മറ്റേത് ഇല്ലാന്ന് പറയാൻ കഴിയില്ല. പേഴ്സണാലിറ്റി തിയറീസ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒന്നിച്ചു വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ പിന്നെ യൂങ് അല്ല, ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് നോക്കിച്ചോട്ടെ. ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഇത് യൂങ്ങിന്റെ തിയറി എന്നൊന്നല്ല, അല്ലാതെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. എന്താണ് ഇൻട്രോവേർട്ട്, എന്താണ് എക്സ്ട്രോവേർട്ട്? ഒരാള് ഭയങ്കര ലിമിറ്റഡ് ആയി ചിന്തിക്കുകയും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ ഹൈഡ് ചെയ്യുകയും ഭയങ്കരമായി എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അവർ ഭയങ്കരമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യും. അതേപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഭയങ്കരമായി ഇൻവോൾവഡ് ആയിരിക്കും. ഇമോഷൻസ് ഭയങ്കരമായി എക്സ്പ്രസ് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ തന്നെ ഫെയിലിയറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ റിലേഷൻസിനെ കുറിച്ചിട്ടൊന്നും ഒരുപാട് വറീഡ് ആവാത്ത ഒരു തരം ആളുകളാണ് എക്സ്ട്രോവേർട്ട്. അത് നോക്കിച്ചോണ്ടു. പിന്നെ ട്രെയ്റ്റ്, ഈ ട്രെയ്റ്റ് എന്നുള്ളത് നമ്മുടെ ഒരു സ്കില്ല് എന്നുള്ളതാണ്. പേഴ്സണാലിറ്റി ട്രെയ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്റലിജൻസ്, ഇമോഷണൽ സെൻസിറ്റിവിറ്റി, അസെൻഡൻസ്, സബ്മിഷൻ, ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ട്രെയ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമ്മുടെ സ്കില്ല് എന്നുള്ളതാണ്. ഓക്കെ, അതില് ഐസെങ്കിന്റെ ഒരു തിയറി ഉണ്ട്. ഇതിൽ ട്രെയ്റ്റ് തിയറി, ടൈപ്പ് തിയറി, ട്രെയ്റ്റ് കം ടൈപ്പ്, ഇങ്ങനെ 2-3 വിഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് പേഴ്സണാലിറ്റി തിയറീസ് എന്നുള്ളതായിരിക്കണം ചോദിക്കുക. എന്ത് ചോദിക്കുന്നുള്ള നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും കഴിയില്ല എങ്കിലും. പിന്നെ ഈ ഷെൽഡനും ഈ ലിപ്പിറ്റും അങ്ങനെ അധികം ഒന്നും കണ്ടിട്ടില്ല. ഈ ടേംസ് കണ്ടിട്ടുണ്ട്, അതോറിറ്റേറിയൻ, ഡെമോക്രാറ്റിക് എന്നൊക്കെ ഉള്ള. പക്ഷെ ഇവരുടെ തിയറി വിശദീകരിക്കാന്ന് പറഞ്ഞാൽ അധികം കണ്ടിട്ടില്ല. എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നോക്കട്ടോ, എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടിനെയും. പിന്നെ ഫ്രോയിഡിന്റെ തിയറി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ അവിടെയും പറഞ്ഞു വെച്ചിരുന്നു. ഇവിടെ സൈക്കോ അനലിറ്റിക് തിയറി ഓഫ്, അതിൽ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡിഫൻസ് മെക്കാനിസം എന്നുള്ള ഒരു ചെറിയ ടേം ഉണ്ട്. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് എക്സ്പീരിയൻസ് വന്നാൽ ശരീരം അതിനെ ചെറുക്കാനുള്ള, അതിനെ ഓപ്പോസ് ചെയ്യാനുള്ള സംഭവമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് കേട്ടോ. അത് കൂടുതൽ പഠിക്കാനില്ല. പിന്നെ ഫ്രോയിഡിന്റെ ഈ ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി പീരീഡ്, ജെനിറ്റൽ പീരീഡ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഫ്രോയിഡിന്റെ തിയറി എപ്പോൾ ചോദിച്ചാലും ഈ ഒരു സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് എഴുതേണ്ടതാണ്. ഓറൽ സ്റ്റേജ്, കുട്ടി എങ്ങനെയാണ് അവന്റെ സെക്ഷൽ ഡിസൈസ് അല്ലെങ്കിൽ അവന്റെ ഒരു സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഓരോ സ്റ്റേജിലും എന്തുണ്ട്, കുട്ടി എങ്ങനെയാണ് പ്ലഷർ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഈ സ്റ്റേജിന്റെ പേര് നിർബന്ധമാണ്. ആ വർഷം കൂടെ തന്നെ നോക്കി വെക്കണം. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി. ഓക്കെ, ഓറൽ സ്റ്റേജിൽ കുട്ടി കൂടുതലായിട്ട് സക്കിങ്ങിലൂടെ, അതെങ്കിൽ പാല് കുടിച്ചിട്ടാണ് അവന്റെ ഒരു സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് നടത്തണേ എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് ആ കുട്ടിക്ക് എന്ത് ചെയ്യണം, ആ സമയത്ത് പാല് കൂടി കിട്ടണം. ആനൽ സ്റ്റേജിൽ അവന്റെ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടാണ്, അവന് കണ്ട സ്ഥലത്തൊക്കെ മുദ്രയിക്കുക അല്ലെങ്കിൽ അവന്റെ ടോയ്ലറ്റ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട സമയമാണ് 2 to 3 years എന്ന് പറയുന്നത്. ആ സമയത്ത് നിർബന്ധമായിട്ട് കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം. അതിലൂടെയാണ് അവന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. കൃത്യമായി അവന് ടോയ്ലറ്റ് പോകാനും ടോയ്ലറ്റ് അതിൽ എങ്ങനെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കുക എന്നുള്ളതും എപ്പോഴാണ് ടോയ്ലറ്റ് പോകേണ്ടത് എന്നുള്ളതും അങ്ങനെ ഒരു ഹാബിറ്റ് അവിടെ ഫോം ചെയ്യണം എന്നുള്ളതാണ്. 3 ഫാലിക് സ്റ്റേജ് ആണ്. അവന് ജെനിറ്റൽ ഓർഗൻസിലേക്കാണ് അവന്റെ കോൺസെൻട്രേഷൻ പോകുന്നത് എന്നുള്ളതാണ് ഫാലിക് സ്റ്റേജിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അവിടെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്രോ കോംപ്ലക്സ് ഉള്ള 2 ടേംസും നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലേറ്റൻസി പീരീഡില് 6 to പ്യൂബർട്ടി വരെയാണ്. അതില് അവർക്ക് എന്തില്ല, അവരുടെ ഒരു ഫ്രണ്ട്സിലേക്ക് പോകുന്ന സമയമാണ്. അവിടെ പൊതുവെ അവർക്കൊരു
എന്താ പറയാ പ്ലഷർ അവര് സീക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ലേറ്റൻസി പീരീഡിന്റെ ഒരു പ്രത്യേകത. ലാസ്റ്റ് ജെനിറ്റൽ ഏജ് ആണ്, പ്യൂബർട്ടി ആൻഡ് അഡൽട്ട്ഹുഡ് ആണ്. വീണ്ടും അവരുടെ സെക്സ് ഓർഗൻസുമായിട്ട് അവരുടെ പ്ലഷർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. ഈ സ്റ്റേജസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കി വെക്കണം. നോക്കിയിട്ടില്ലെങ്കിൽ അത് എന്തായാലും നോക്കണം കേട്ടോ. പേഴ്സണാലിറ്റി അസസ്മെന്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എനിക്ക് മാറിപ്പോയതാണ്. അസസ്മെന്റ് ടൂൾസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. ഇന്റർവ്യൂ, ഓക്കെ. അതുപോലെ തന്നെ ഇത് മാത്രം ലിസ്റ്റ് ഔട്ട് പഠിക്കണം. ഇന്റർവ്യൂ, റേറ്റിംഗ് സ്കെയില്, നമുക്ക് ഒരു 3 റേറ്റിംഗ്, 4 റേറ്റിംഗ്, 5 റേറ്റിംഗ് നോക്കാം. ഒരാളുടെ സ്വഭാവം, ബിഹേവിയർ ഓഫ് ദ ചൈൽഡ്, അത് ഗുഡ്, വെരി ഗുഡ്, ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ്, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ 5 റേറ്റിംഗ് ഇടാം, 4 റേറ്റിംഗ് ഇടാം, 3 റേറ്റിംഗ് ഇടാം. 5 റേറ്റിംഗ് ആണ് ജനറലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർവ്യൂ, റേറ്റിംഗ് സ്കെയില്, ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത് അവർ ആൻസർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ്, അവരെയൊക്കെ നമ്മൾ എന്തെങ്കിലും എഴുതി വാങ്ങണതാണ്, അതല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നതാണ്, ഇത്ര വരക്കാൻ പറയണതാണ്, ഒരു ഇങ്ക് അല്ലെങ്കിൽ ഒരു മോഡൽ കാണിച്ചിട്ട് അത് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുന്നതാണ് പ്രൊജക്റ്റീവ് മെത്തേഡ് കേട്ടോ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റോർഷാക്കിന്റെ ഇങ്ക് ബ്ലോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ്. അതങ്ങനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാനൊന്നും സാധ്യതയില്ല. ഇത്രയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് സെക്കൻഡ് ആയതുകൊണ്ട് എന്ത് പറയണം എന്നുള്ള കൺഫ്യൂഷൻ ശരിക്കുണ്ട്. ഏതെങ്കിലും ഒന്നിലും ഉറച്ചെന്താ നിങ്ങളെ സമയമാണല്ലോ പോണത് എന്നുള്ള വല്ലാത്തൊരു ബേജാറുണ്ട്. അതാണ് ടപ്പേന്ന് ഇങ്ങനെ പറഞ്ഞു പോയത്. നിങ്ങൾ കരുതുന്ന മാതിരി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ ലാസ്റ്റ് സെക്കൻഡിൽ ഇനി എന്താ പറയേണ്ടതെന്ന് പറയണില്ല. ഏതായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ തിയറികളുടെ ടേംസ് നിർബന്ധമായിരുന്നു നോക്കുക. ഓക്കെ, ആ തിയറിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്, അതിലുള്ള ടേംസ് എന്താണ്, അത് നിർബന്ധമായിട്ട് നോക്കുക. ആ ടേംസ് നിങ്ങളുടേതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഇന്ന് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യാം. പരമാവധി സമയം വേണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ കൂടുതലൊന്നും പറയണില്ല, ഒരു ഫോർമാലിറ്റി നിൽക്കണില്ല. നാളെ ഒരു നല്ല എക്സാം ആശംസിക്കുകയാണ്. മറ്റൊന്നും ഈ ഒരു സന്ദർഭത്തിൽ പറയണില്ല, സമയം വേസ്റ്റ് ആക്കണില്ല. അതാണ് മെയിൻ. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. പെട്ടെന്ന് പോവാ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, വേഗം പഠിക്കാൻ നോക്കുക, മാക്സിമം പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരും. ഓക്കെ, ഒരു 12 വരെയൊക്കെ എന്തായാലും ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു സർ.